പട്ടാപ്പകൽ ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ചു കവർന്ന മാലയ്ക്ക് വർഷങ്ങളുടെ വിയർപ്പിന്റെ വിലയാണ്. വർഷങ്ങൾ പണിയെടുത്ത് കിട്ടിയ പണം സ്വരുക്കൂട്ടി പണയത്തിലിരുന്ന മാല കഴിഞ്ഞ മാസമാണ് തിരിച്ചെടുത്തതെന്ന് ലിജിദാസ് പറയുന്നു. ഇത് പോച്ചെ തരാൻ ഏൽപ്പിച്ചതാണ്. ഇതൊക്കെ നേരിട്ടെത്താൻ പറ്റാത്തത് ചെറിയൊരു വിഷമമുണ്ട്. പോച്ചയ്ക്ക് പകരം പോച്ചയുടെ പ്രതിനിധികളായിട്ട് വന്നാൽ തരികയാണ്. സന്തോഷപൂർവ്വം വാങ്ങിക്കാം. തീർച്ചയായിട്ടും സംസാരിക്കാലോ അല്ലെ? കൊടുക്കാം. ഇവർക്ക് ഹായ് 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 സഹോദരിയുടെ പേര് ലിജിയോ ലിജി. വല്ല കരാട്ടെ ഒക്കെ പഠിച്ചിട്ടുണ്ടാ? ഗുസ്തി കരാട്ടെ പഠിച്ചിട്ടുണ്ടാ? ഞാന് ഇത് കാണാനിടയായത് നമ്മുടെ UK ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കോർഡിനേറ്റർ ഉണ്ട് ഷിബു. പുള്ളിയാണ് ഈ വീഡിയോ എനിക്ക് അയച്ചു തരുന്നത്. അങ്ങനെ ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ആ ബൈക്കുകാരനായിട്ട് ഒരു മൽപ്പിടുത്തം അവിടെ നടന്നു. വേറൊരു സ്ത്രീ ആണെങ്കിൽ പേടിച്ചിട്ട് ബോധം കെട്ട് അവിടെ വീഴും. മിണ്ടാണ്ട് ഇങ്ങനെ വടി പോലെ നിന്നേനെ. നിങ്ങളൊരു ഗുസ്തിപിടുത്തം നടത്തി ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായതാണ്. ആ പിടുത്തം കിട്ടിയിരുന്നെങ്കിൽ അയാളുടെ പണി തീർന്നേനെ. അപ്പോഴും ഒരാൾ അതില് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും അയാളെ പിടിക്കായിരുന്നു. അടുത്ത ഞാനത് ആലോചിച്ചു. ഒരാൾ പോലും ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അതാണ് എന്തായാലും നിങ്ങളുടെ ധീരതയുണ്ടല്ലോ, ആ ഒരു ചങ്കുറ്റം നമ്മൾ പയറ്റി നോക്കി അങ്ങേയറ്റം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അത് കഴിഞ്ഞിട്ട് അത് മിസ്സായി പോയല്ലോ. പിന്നെ നിങ്ങളൊരു ചവിട്ട് നാടകം നടത്തുന്നുണ്ട് അവിടെ. കാല് ഇതിങ്ങനെ ഇട്ടിട്ട് ചവിട്ടണ അങ്ങനെ ഇട്ടിട്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു ഓരോ ചവിട്ട് ആ കള്ളനുള്ളതായിരിക്കും കിട്ടിക്കഴിഞ്ഞിരുന്നെങ്കിൽ. ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. വളരെ സ്ത്രീകൾക്ക് ഒരു മാതൃകയാണ്. പേടിക്കാതെ ധൈര്യത്തിൽ ആണാണെങ്കിലും ഒരു കൈ നോക്കാം എന്നുള്ളത്. അതിന് ആ ചങ്കുറ്റാണ് എന്നെ ഇത് വിളിക്കാൻ തോന്നിപ്പിച്ചത്. അതേ സമയത്ത് പേടിച്ചു വരച്ചിങ്ങനെ നിൽക്കുക, കള്ളൻ പൊട്ടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നവരെ നിന്ന് കഴിഞ്ഞാൽ ഐ ഡോണ്ട് അപ്രീഷിയേറ്റ് ദാറ്റ്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, വലിയ ചെയിനാണ് പോയെന്നുള്ളതും. ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോ കള്ളന്മാർക്ക് മനസ്സിലാവും 6.5 പവന് പകരം 7 പവന്റെ 916 മാല ഇട്ടിട്ടാണ് സഹോദരി ഇനി നടക്കണേന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഈ കള്ളന്മാരായാലോ ഈ ബ്ലഡിലുള്ളത് കൊണ്ട്, ശീലിച്ചത് കൊണ്ട് അവർക്കതൊരു വീക്ക്നെസ് ആണ്. അത് അവര് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സൂക്ഷിച്ചൊക്കെ മുമ്പോട്ട് പോവാ. ഈ സ്വർണം പോയാലും നമുക്ക് തരാൻ കുഴപ്പമില്ല. ആരോഗ്യം നോക്കണം. വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കാരണം പിടിവലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ കാലമല്ലേ, വല്ല ആയുധമൊക്കെ വെച്ച് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലേ ഒക്കെ വലിയ ഇതാണ്. ആണോ? അയ്യോ, അല്ല പേടിച്ച് കാണോ? ഈ ഗുസ്തി കണ്ടപ്പോഴേ അവര് വിചാരിച്ചിട്ടുണ്ടാവും ഇത് പിടിച്ചാലും വലിയതാണ് മാളത്തില്. അതുകൊണ്ട് അവര് പേടിച്ചിട്ടായിരിക്കും. സഹോദരി എന്താ ചെയ്യുന്നത്? ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുകയാണ് അല്ലെ? ഡ്രൈവിംഗ് സ്കൂട്ടി. തിരിച്ചു വരായിരുന്നോ? എത്ര മണിക്കായിരുന്നു അത്? 11:30. അവിടുത്തെ വണ്ടി കംപ്ലൈന്റ് ആയിപ്പോയി. അപ്പൊ അവിടെ നന്നാക്കാൻ വേണ്ടി ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടൂള് വാങ്ങിക്കാൻ വേണ്ടിയാണ് അവിടെ പോയത്. അപ്പൊ ഇവര് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിട്ടുണ്ട് ഇവരെ അല്ലേ? കണ്ടുപരിചയമുണ്ട് അല്ലേ? ഇല്ല, അപ്പോഴേ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഇവരെന്നെ ഓവർടേക്ക് ചെയ്ത് വന്നു ഫ്രണ്ടിൽ കൊണ്ട് സ്ലോ ചെയ്ത് നിർത്തണതൊക്കെ കണ്ടു. പക്ഷെ ഇങ്ങനത്തെ ഇതിന് വേണ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നമ്മള് കൊറേ പേരെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് അവസാനം നമ്മളെ കള്ളൻ പഠിപ്പിച്ചല്ലേ? സൂക്ഷിക്കണം എന്നുള്ളത്. ഇതാരാ? ഭർത്താവാണോ? ഇത് മോൻ. എന്തിനാ മോൻ എന്തിനാ പഠിക്കണേ? അയ്യോ, എന്തു പറ്റി? അയ്യോ, എന്റെ അനിയന് ഇതേപോലെയാണ്. ഇത്ര തന്നെ ഉള്ളൂ, കറക്റ്റ് ഇതേപോലെ ജന്മനാലാണ് ഉള്ളത്. ഇങ്ങനെയാണ്. എന്താ പേര്? അസൻ. ഇടത്തെ കൈ. എന്റെ ബ്രദറിനും ഇടത്തെ കൈ ഇല്ലാത്ത ജന്മനാലില്ല. എന്തിനാ പഠിക്കണേ? എന്തിനാ പഠിക്കണേ? കളക്ടർ ആവണോ? കളക്ടർ എന്ന് പറയുമ്പോ ബിൽ കളക്ടർ അല്ലല്ലോ അല്ലേ? ഓക്കെ, നന്നായി പഠിക്കണേ. എല്ലാ വർഷവും റിസൾട്ട് അറിയിക്കണം. എന്നിട്ട് നമുക്ക് റിസൾട്ട് കണ്ടിട്ട് വേണം നമ്മള് കളക്ടർ ആക്കണോ എന്താക്കണോന്ന് തീരുമാനിക്കാൻ. ഇങ്ങനെയൊക്കെ ഒരു കുറവുണ്ടാവുമ്പോ നിങ്ങൾക്ക് അതിനുള്ള 10 ഇരട്ടി കഴിവുണ്ടാവും എവിടെയെങ്കിലും. അതുകൊണ്ട് ആവുമെന്ന് പറഞ്ഞ ആയിരിക്കും, ഉറപ്പാ. ഐ ആം കോൺഫിഡന്റ്. ഓക്കെ, മോളെന്തിനാ
ക്ലാസ്സിലാണ് പഠിക്കണേ? 2-ല്. 2-ല്. ആഹാ. നന്നായി പഠിക്കുന്നുണ്ടോ? ഒരു കള്ളച്ചിരിയാണല്ലോ. ഉണ്ടോ? ടീച്ചറാണോ പഠിക്കണേ, മോളാണോ പഠിക്കണേ? ഞാൻ തന്നെ പഠിക്കണം. സഹോദരൻ എന്ത് ചെയ്യുന്ന? ഞാൻ മേസ്ത്രി പണിയാണ്. ആണോ? അത് കണ്ടാ അറിയാം. വീടിന്റെ ബാക്കിൽ വലിയ ആർച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല കലാവിരുദ്ധലായിട്ട്. അപ്പൊ ഒരു നമ്മള് പണിയൊക്കെ തന്നെ. അല്ല, സ്വന്തമായിട്ട് പണിയുമ്പോ ആത്മാർത്ഥയില് നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റു വീടുകളിൽ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ കാണാറില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്നത്. ഇപ്പൊ ഞാൻ വീട്ടിൽ വരണമെന്ന് വിചാരിച്ചു, നല്ല തിരക്കായതുകൊണ്ട് എത്തിപ്പെട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത ആഴ്ച എങ്ങാനും വന്നാലാന്ന് വെച്ചു. പിന്നെ ഈ ചിലയിടത്തൊക്കെ ഇങ്ങനെ വരാന്ന് പറഞ്ഞിട്ട്, പിന്നെ കലാഭവൻ മണി പറഞ്ഞ പോലെ വരാന്ന് പറഞ്ഞിട്ട് കുറെ ലേറ്റ് ആയി പോകുമ്പോഴേ അപ്പോഴേക്കും സോഷ്യൽ മീഡിയ ഒക്കെ വന്നിട്ട് പറയും ബോച്ചെ വരാന്ന് പറഞ്ഞ് വന്നില്ല, പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ പല പല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലേറ്റ് ആവാതെ ഇരിക്കാൻ നമ്മുടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അനി മാഡം ആണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അവരും പിന്നെ കൂടെ ജ്യോതി ഉണ്ട്, പിന്നെ ഷാറൂഖ് ഉണ്ട്, നമ്മുടെ ഇവരൊക്കെ എല്ലാവരും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ UK, അതാണ് ഞാൻ ഇത് അറിയുന്ന, UK ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നിന്നിട്ടുള്ള ഹെഡാണ് എന്നെ വിളിച്ചു പറയുന്നത്. അപ്പൊ അയാൾക്കൊരു ബിഗ് സല്യൂട്ട് മിസ്റ്റർ ഷിബു. അപ്പൊ തീർച്ചയായിട്ടും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും ഈ 7 പവന്റെ മറ്റോ ആണെന്ന് തോന്നുന്നു സ്വർണ്ണമാല, അതിന്റെ ക്രെഡിറ്റ് പോകുന്നത് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിനാണ്. അവരൊക്കെ ഇത് അറിഞ്ഞ് പിടിച്ച് എന്നെ കൊണ്ട് അറിയിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അവര് ചെയ്യിക്കുകയാണ്. അല്ലെ ഞാൻ ചിലപ്പോ എല്ലാം അറിയണമെന്നില്ല. അതുകൊണ്ട് അവർക്കാണ് ഇതിന്റെ ബിഗ് സല്യൂട്ട്. വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് പല ജില്ലകളും നല്ല രീതിയിൽ. പോലീസില് പരാതി കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിടിക്കും. നമ്മുടെ കേരള പോലീസ് പിടിക്കാത്ത ഒരു കേസും ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കും. ഞാൻ ഈ പത്രം വായിക്കുമ്പോ കാണാം ചില കേസുകളൊന്നും പിടിക്കില്ല എന്ന് തോന്നും, പക്ഷെ എങ്ങനെയെങ്കിലും പിടിക്കും. അമ്മാരി ബുദ്ധി എഫേർട്ട് എടുക്കുന്നതാണ് നമ്മുടെ കേരള പോലീസ്. പിടിച്ചിരിക്കും. അവരന്വേഷണമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, കിട്ടും എന്ന ഒരു വിശ്വാസം ഉണ്ട്. കിട്ടും. അവരെ പിടിക്കും എന്തായാലും. അങ്ങനെ എവിടെ വെച്ചിട്ടായിരുന്നു ഇത്? അതിന്റെ അടുത്ത് തന്നെയാണോ? ഒരു 10 കിലോമീറ്റർ. ശരി. ഇത് ഞാൻ ഒരു ദിവസം വരുമ്പോ വരാട്ടോ വീട്ടിലേക്ക്. എനിക്ക് മകനെ കണ്ടപ്പോഴേ, കൈയില്ലാത്ത കണ്ടപ്പോ എന്റെ ബ്രദറിനെ ഓർമ്മ വന്നു. പിന്നെന്താ, സുഖാണ്? എന്താ വിശേഷം? വേറെ എന്തൊക്കെയാണ് വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സന്തോഷമായി. പറഞ്ഞപ്പോൾ തന്നെ ഞാൻ 4 മണിക്ക് ഞാൻ വന്ന് പണി നടത്തി. പണി നിർത്തണ്ട എന്തായാലും. ഞാൻ അവരോട് പറഞ്ഞു ഇന്നതുപോലെ അവര് വരും, ഞാൻ അതുകൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞു. ശരി എന്നാ പൊയ്ക്കോ, ദൈവം തന്നെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. സഹോദരി എന്താ പഠിച്ചത്? ഞാൻ +2 കഴിഞ്ഞ് കമ്പ്യൂട്ടർ പഠിച്ചു. ഡ്രൈവിംഗ് പഠിച്ചു അല്ലേ? ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചു. അല്ലെങ്കിൽ എന്നെ പോലെ 6ാം ക്ലാസ്സിൽ നേരെ കാർ എടുത്തിട്ട് ഓടിക്കുകയാണോ ഉണ്ടായത്? ഇല്ല, ഞാൻ സ്കൂട്ടി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എന്താന്ന് വെച്ചാല് ഈ പഠിപ്പിക്കുന്നവരുടെ ഭാവി ആലോചിച്ച് ഭാവി എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അവരൊക്കെ പാസ്സായി പോയി. ശരി. പാസ്സായി. ചേട്ടനെ വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വേറെ അഭ്യാസമൊന്നും പഠിപ്പിച്ചിട്ടില്ല. അല്ല, ഈ സ്കൂട്ടിമ പഠിപ്പിച്ചിട്ടുണ്ടോ? അത് ഞാൻ ബൈക്ക് അപ്പൊ ഓടിക്കാറിയാം. ചേട്ടനാണോ ചേച്ചീനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്, ഓടിക്കാൻ പഠിപ്പിച്ചത്? സ്കൂളിൽ ചെന്ന് പഠിച്ച് വേറെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അല്ലേ? പ്രേമിച്ചതാണോ അതോ അറേഞ്ച്ഡ് ആണോ? അറേഞ്ച് ചെയ്ത്. അറേഞ്ച്ഡ് ആണ്. അപ്പൊ ഒന്നും പഠിപ്പിക്കാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പൊ ശരി, എന്നാല് വരുമ്പോ കാണാം. വഴി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഒരാളുടെ വീട്ടിലേക്കുള്ളത്. കള്ളൻ പോയ വഴിയും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. അപ്പൊ ഓക്കെ. താങ്ക് യു വെരി മച്ച്. കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. ലവ് യു എവറിബഡി. താങ്ക് യു. ബൈ.